ഹേയ് ഗൈസ്, നമ്മുടെ ഏരിയയിൽ ചെറിയ മഴ പെയ്താലും വെള്ളപ്പൊക്കം വരുന്ന സ്ഥലമാണ് കേട്ടോ. അതായത് നോക്കി കണ്ട ഇപ്പോൾ കാരണം പുറകുവശത്ത് ആറാണ്. അതായത് എൻ്റെ അമ്മയച്ഛനൊക്കെ താമസിക്കുന്ന വീട് പുറകുവശത്ത് ആറാണ്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ എൻ്റെ ചേട്ടൻ മുട്ട പണി ഇട്ടിട്ടുണ്ട്. വണ്ടി നല്ലപോലെ പണി ഇട്ടിട്ടുണ്ടായിരുന്നു. വെള്ളത്തിലൊക്കെ കൊണ്ട് ഇറക്കി എഞ്ചിനൊക്കെ നല്ലപോലെ പണി. അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ എന്തെങ്കിലും നല്ല കുട്ടികളെ വെള്ളത്തിൽ വണ്ടി ഇറക്കിയില്ല. കണ്ടേ, ചെറിയ മഴ പെയ്താലും ഇത്രയും മാത്രം വെള്ളം കയറി കേട്ടോ. പക്ഷേ വെള്ളം കയറിയാലും നല്ല മീനും കിട്ടും. കുറേ പേര് വലയൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് പക്ഷേ കാണാൻ പറ്റില്ല. കുറേ പേര് വല ഇതോ അങ്ങറ്റത്തൊക്കെ വല ഇട്ടിട്ടുണ്ട്. ഇവിടെ മഴ പെയ്താനുള്ള പ്രശ്നം ഇതാണ്. മഴയില്ലെങ്കിൽ മഴയില്ല, മഴ പെയ്താൽ വെള്ളപ്പൊക്കം. എൻ്റെ അമ്മോ, എന്താ അല്ലേ ഇതാ കാട്. ഈ കാടിൻ്റെ അകത്ത് മൊത്തവും വെള്ളമാണ്. ആർക്കും പോകാൻ പറ്റൂല കേട്ടോ. അതാ ഇങ്ങറ്റം അങ്ങറ്റം, അതായത് ഇക്കരയിൽ നിന്ന് അക്കരയിലോട്ട് പോകാൻ ഒരു വഴിയുമില്ല. കാരണം നമ്മുടെ ഒരാളിൻ്റെ പകുതിയും വെള്ളം പൊങ്ങിയിട്ടുണ്ട്. ഇത് ആറല്ല, സംഭവം ഇത് റോഡാണ് കേട്ടോ. ഇതിൻ്റെ സൈഡിലായിട്ടാണ് ആറ് വരുന്നത്. ആറ്റിൽ നിന്നുള്ള വെള്ളം മൊത്തം റോഡിലോട്ട് കയറിയതാണ്. നമ്മുടെ ഇങ്ങോട്ട് റോഡിലോട്ട് കയറിയില്ല. നല്ല മഴ പെയ്യുമ്പോൾ റോഡിലോട്ടും കൂടെ കയറും കേട്ടോ. അങ്ങനെ മഴ പെയ്ത് ഇവിടെ ഫുള്ള് വെള്ളമൊക്കെ ആയി. കോഴി വന്നേക്കില്ല. മഴ പെയ്ത് ഇവിടെ ഫുള്ള് വെള്ളമൊക്കെ ആയി. നമ്മളങ്ങോട്ട് കയറും. അങ്ങോട്ട് കയറാൻ വലിയ താമസമൊന്നുമില്ല. ഞാൻ വെള്ളം കാണാൻ വന്നു. ഇവിടെ മീൻ പിടിക്കാൻ വലയിട്ടിക്കണമെന്ന് പറഞ്ഞു. അതൊന്നും കണ്ടില്ല. ഇവിടെ ഫുള്ള് വെള്ളം. ഇനി ഇതാ ഫുള്ള് ആറ് നിറയുന്നു. ബാക്ക് ഫുൾ ആറുന്നു. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടുണ്ട്. വെള്ളം നിറഞ്ഞിട്ടുണ്ട്. ഇവിടെ റോഡിലൊക്കെ വെള്ളമായിരുന്നു. പിന്നെ നിറയും. കുറച്ച് അടുത്ത മഴയിൽ ഇവിടെ റോഡിലും കൂടെ കയറും. കണ്ടോ ഗൈസ്, അയ്യോ തോട്ടമാമനൊക്കെ എങ്ങനെ വരുമോ എന്തോ. ഹലോ, ഇത് മറ്റേ ഓടാണ് കേട്ടോ. അത് ചാച്ചി മീൻ വേണം എൻ്റെ അടുത്ത്. ഇല്ല, നടന്നു പോകാൻ പറ്റിയിരുന്ന ഇത് തന്നെ. ഞാൻ നടന്നു പോയിട്ട് വരാം അങ്ങോട്ട് എടുത്തിട്ടോ. അങ്ങോട്ട് ഓട വെള്ളം. ഓടവെള്ളമാണ്. നല്ല വെള്ളമാണ്. ഈ വെള്ളപ്പൊക്കം വന്ന പിള്ളേർക്കൊക്കെ ഒരു ഹാപ്പി ആയിട്ടാ. പിള്ളേരൊക്കെ കളിക്കാനും കളിച്ച് മറിയാട്ടെ. എല്ലാ പിള്ളേരും എന്താ വെള്ളത്തിലൊക്കെ ഇറങ്ങിയതാ. ഇപ്പൊ റോഡ് ഏത്, ആറ് ഏത്, വഴി ഏത്, ഓട ഏതെന്ന് അറിയാൻ പറ്റുന്ന അവസ്ഥയിലാണ് ഈ റോഡൊക്കെ കിടക്കണം. ഈ സ്ഥലം തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കാവല്ലൂർ ദേവീക്ഷേത്രമാണ് കേട്ടോ. നല്ല രസമാണ് ഇവിടെ കാണാൻ. അവിടെ മൊത്തം വയലാണ്. വയലിൽ നിന്നുള്ള ഊറ്റുവെള്ളം കൂടെ റോഡിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കൂടുതലും ഊറ്റുവെള്ളമാണ് റോഡിലോട്ട് ഇറങ്ങിക്കണം. കാരണം ഇവിടെയൊക്കെ വയലാണല്ലോ. അപ്പൊ മൊത്തം ഊറ്റുവെള്ളമാണേ. പിള്ളേരൊക്കെ ഈ വെള്ളക്കെട്ടൊക്കെ ആസ്വദിക്കുകയാണ് കേട്ടോ. പക്ഷെ ഇവിടെ വെള്ളക്കെട്ട് കുറവാണ്. അപ്പുറത്തെ സൈഡിലാണ് കൂടുതൽ. കാരണം ഇവിടെ വയലിൽ നിന്നുള്ള കൂടുതൽ ഊറ്റുവെള്ളമാണ് ഈ റോഡിലോട്ട് കയറിയിരിക്കുന്നത്. അപ്പുറത്തെ സൈഡിൻ്റെ അത്ര വെള്ളം ഇവിടെ ഇല്ല കേട്ടോ. കാരണം ഇവിടെ വയലൊക്കെയാണ്. അവിടെ കുറച്ച് വെള്ളമൊക്കെയാണ് പറഞ്ഞത്. പിന്നെ തോട്, അതോ ആ സൈഡിൽ കൂടെ ഓടുന്ന തോടാണ്. ഇവിടെയാണ് ഗപ്പിയുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വീട് ഇട്ടിട്ടുണ്ട്. അതിപ്പോൾ ഗപ്പി ഒരു കുപ്പി വലുപ്പോടെ കാണാനില്ല. കാരണം എല്ലാം ഒഴുകി പോയി കാണാം. അന്ന് വന്നപ്പോഴും ഗപ്പി ഇല്ലേ, പ്ലിങ് അടിച്ചാണ് തിരിച്ച് പോയിട്ടുണ്ടായിരുന്നത്. ദാണ്ട് ആ സൈഡ് വരെ ആ സൈഡ് വരെ വെള്ളമുള്ളൂ. ബാക്കി അവിടെ നിന്ന് അങ്ങോട്ടില്ല. കാരണം അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് തേരി ഭാഗമാണ്. കാരണം അവിടെ നിന്ന് വെള്ളമില്ല. ബാക്കി ഇങ്ങോട്ടൊക്കെ കുറേ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ കുറേയൊക്കെ വറ്റിയായിട്ട് നമ്മൾ വന്ന് താമസിച്ചു വെള്ളം എടുക്കാൻ. വെള്ളം കാണിച്ചു തരാൻ ഗൈസ്. അവരോട് രക്ഷപ്പെട്ട് വീണ്ടും വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കാണിച്ചു തരാൻ ഗൈസ്. അവിടെ പിള്ളേരൊക്കെ കണ്ടോ. എൻ്റെ മഞ്ഞ ചെരുപ്പ് ദാ കറുത്ത ചെരുപ്പായി.
ഗായ്സ് കണ്ട വെള്ളം വെള്ളപ്രളയമാണ്. അവിടെ നിന്നാണ് വെള്ളം വന്നത് കേട്ടോ. വേണ്ട, ഞാൻ എന്തിനാണ് വെറുതെ അവിടെ പിള്ളേരെ കളിയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ വേറെ വീട്ടിലോട്ട് തിരിച്ചെടുത്ത. ഇവിടെയൊക്കെ നിറയെ വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം വറ്റിയതായിരുന്നു. കാരണം ഇവിടെ വെള്ളം പൊങ്ങുമെങ്കിലും പെട്ടെന്ന് അതുപോലെ വറ്റുകയും ചെയ്യും കേട്ടോ, പെട്ടെന്ന് വറ്റും. ഇവിടെയൊക്കെ നല്ലതുപോലെ വെള്ളമുണ്ട്. കാരണം ഇവിടെയൊക്കെ വയൽ പ്രദേശങ്ങളൊക്കെ ആയിരുന്നു. കാരണം ആറും കൂടെ അടുത്തുള്ളത് കൊണ്ട് തന്നെ നല്ലതുപോലെ വെള്ളം പൊങ്ങും. അതുപോലെ പെട്ടെന്ന് താന്നു പോവുകയും ചെയ്യും കേട്ടോ. എല്ലാ സൈഡിലും ചേട്ടന്മാർ മീൻ പിടിക്കാൻ വേണ്ടി വല ഇട്ടിട്ടുണ്ട്. ഒരു ട്രിപ്പ് മീൻ പിടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞു, ഞങ്ങൾ കണ്ടില്ല. രണ്ടാമത്തെ ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ശരിക്കും മീനെ പിടിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ നിന്നാണ് ഞാൻ നേരത്തെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ വല ഇട്ടിരിക്കുകയാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു, ടാറ്റാ.